റീലുകളിലെ ജീവിതങ്ങൾ കണ്ട് ഇതാണ് യഥാർത്ഥ റിയലായ ജീവിതം എന്ന് കരുതി നമ്മളെ വീട്ടിലെ ആണുങ്ങൾ ഇടങ്ങാറാക്കുന്ന കുറേ സ്ത്രീജനങ്ങളുണ്ട്. അതിപ്പോൾ പെങ്ങളായിരിക്കാം, ഭാര്യയായിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കളും ആയിരിക്കാം. കണ്ടോ, ഇതൊക്കെയാണ് ജീവിതം. ഇങ്ങനെ വീട്ടിലെ ആണുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന കുറേ സ്ത്രീജനങ്ങൾ. സത്യത്തിൽ ഈ റീലും നമ്മുടെ റിയൽ ലൈഫൊക്കെ രണ്ട് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെ മരണം അത് കേട്ടപ്പോൾ സത്യത്തിൽ ഈ റീലിൽ കാണുന്ന ആ ഒരു ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അത്ഭുതം. നിങ്ങൾ നോക്ക്, ട്രെയിനുകളിൽ ആളുകൾ കൂടുന്ന അങ്ങാടികളിൽ ചുറ്റുപാടും എത്രയൊക്കെ ആളുകൾ കൂടിക്കഴിഞ്ഞാലും ഒരു ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള ഒരു ആർജവം കാണിച്ച സ്ത്രീ, അങ്ങനെ ഒരു എക്സ്ട്രോവേർട്ടായ ഒരാൾക്ക് ആ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ആ പെൺകുട്ടി തരണം ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുക. അപ്പോൾ അങ്ങനെയൊന്നും വീഡിയോ ചെയ്യാനൊന്നും ചിലപ്പോൾ എനിക്കൊന്നും സാധിക്കാറില്ല കേട്ടോ. എനിക്കൊക്കെ സത്യത്തിൽ ഞാനൊക്കെ കുറച്ച് ഇൻട്രോവേർട്ടൊക്കെയാണ്. പക്ഷേ ആ ചിന്നു പാപ്പുവെ പോലെ ഒരു ഇൻഫ്ലുവൻസർ, അവരൊക്കെ ജീവിതത്തിൽ ശരിക്കും ഇൻഫ്ലുവൻസറാണ്. അവരാണ് വളരെ മോശം ഒരു ഇൻഫ്ലുവൻസിങ് നടത്തിയിട്ട് തൂങ്ങിച്ചെത്തിരിക്കുന്നത്. ആൾക്കാർക്ക് അവരെ അവസാനം കൊടുത്ത സന്ദേശം എന്താ? ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെന്ന്. നിങ്ങൾ നോക്ക്, അവർക്ക് എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ നടന്നതായിട്ട് ആർക്കും അറിയില്ല. അവരുടെ ഏതെങ്കിലും നഗ്ന വീഡിയോകളോ മറ്റോ പുറത്തു വന്ന് അത് പ്രചരിച്ചതായിട്ട് ആർക്കും അറിയില്ല. അവരെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം ആർക്കും ഇല്ല. മറിച്ച് കാസർഗോഡൻ നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന നല്ലൊരു പെൺകുട്ടി, നല്ലൊരു സ്ത്രീ. എല്ലാവർക്കും അവരുടെ സ്നേഹവും കാരുണ്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റ് ബോക്സുകളിൽ പഴയ വീഡിയോകളിൽ എമ്പാടും നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവും കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സ്ത്രീയാ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. 1 വർഷത്തോളമായിട്ട് ഭർത്താവായിട്ട് ഇവർ പിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റീലിൽ കാണുന്ന ജീവിതം എന്താണ്? അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു വർണ്ണാഭമായ ഒരു ലോകമാണല്ലോ. അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പരാജയപ്പെട്ട ദാമ്പത്യം. 1 വർഷമായിട്ട് ഭർത്താവുമായിട്ട് അവർ പിണങ്ങി കഴിയുകയാണ്. ഒരു 4 വയസ്സുള്ള കുട്ടിയുണ്ട്. ആ കുട്ടി ഇവരുടെ കൂടെയല്ല, ഭർത്താവിൻ്റെ കൂടെയാണ്. കാസർഗോഡുള്ള ആസാദ് നഗറിലുള്ള ഒരു വാടക വീട്ടിൽ ഒരു ആൺസുഹൃത്തുമായിട്ട് ഒന്നിച്ച് ലിവിങ് ടുഗദർ പോലെയാണെന്ന് തോന്നുന്നു. ആൺസുഹൃത്തുമായിട്ട് ഇവർ കഴിയാണ്. ഈ ആൺസുഹൃത്ത് ജോലിക്ക് പോയതിന് ശേഷം ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഉച്ചയായിട്ടും വിളിച്ച് എടുക്കുന്നില്ല. അങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് ഈ വാടക വീട്ടിൽ വന്നപ്പോഴാണ് ഈ ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ഈ ആൺസുഹൃത്ത് നിലവിളിക്കുന്നു. അയൽക്കാരൊക്കെ, ചുറ്റിലുള്ള ആളുകൾ ഓടി വരുന്നു. ഇവരൊക്കെ എടുത്തിട്ട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. മരണം സംഭവിച്ചായിട്ട് റിപ്പോർട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫോറൻസിക് നടപടികളൊക്കെ പോലീസുകാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. പിന്നീട് റിപ്പോർട്ട് വരും. അതോടുകൂടി ഏകദേശം എന്താണ് യഥാർത്ഥ ആത്മഹത്യ കാരണം എന്ന് വ്യക്തമാവും. നിലവിൽ പ്രാഥമികമായി പോലീസ് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആത്മഹത്യയാണ്, തൂങ്ങി മരണമാണെന്നാണ് നിലവിലുള്ള എല്ലാ അന്വേഷണവും നടത്തിയിട്ട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പുറത്തു വന്ന വാർത്ത ആദ്യ മാധ്യമങ്ങൾ കൊടുത്തത് ഇത് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെന്നാണ്. പിന്നീട് കുടുംബരംഗത്ത് വന്നു അതല്ല, കുടുംബമല്ല, മറിച്ച് ആൺസുഹൃത്തായിട്ടുള്ള പ്രശ്നമാണെന്ന് കുടുംബം പറയുന്നു. പോലീസ് ഇപ്പോൾ എല്ലാ കോൾ ലിസ്റ്റും അതിൻ്റെ ഇവരുടെ സോഷ്യൽ മീഡിയ ഹിസ്റ്ററികൾ, മെസ്സേജുകൾ, മുഴുവൻ ഡാറ്റകളും എടുത്ത് ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതോടുകൂടി ഇപ്പോൾ പോലീസുകാരുടെ ഈ അന്വേഷണം മുഴുവൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതെന്താണ് യഥാർത്ഥ കാരണം എന്ന് പുറത്തു വരും. പക്ഷേ ഞാൻ പറയുന്നത്, എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇവരെപ്പോഴും ഇൻഫ്ലുവൻസർ, റീലുകളിലെ ഒരു താരം ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മോശ സന്ദേശം കൊടുത്തതിനെ കുറിച്ചാണ്, അതിൻ്റെ ഒരു ബാഡ് എഫക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റീലുകളിലെ ജീവിതം കണ്ടിട്ട് ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞ് ആണുങ്ങൾ അടങ്ങാറാക്കുന്ന കുടുംബിനികളോടുമായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ റീലുകളിൽ കാണുന്ന വ്യാജമല്ല ജീവിതം. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ചില മൊമെൻറ്റ്സിനെ മാത്രം സന്തോഷകരമായിട്ട് ക്യാമറയിൽ പകർത്തി അത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ലോകം മാത്രമാണ്. യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ പുറത്ത് മുഖംമൂടി അണിഞ്ഞ് സന്തോഷിക്കുന്ന പല ആളുകളും വലിയ പ്രയാസത്തിലാണ്, ഭയങ്കര പ്രശ്നങ്ങളിലൊക്കെയാണ്. സ്വന്തം ജീവിതത്തിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളെ പോലും അഭിമുഖീകരിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന നിരവധി ആളുകൾ. ഇവർ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതേസമയം എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും വളരെ ലളിതമായിട്ട് നിസ്സാരമായിട്ട് അതിനെ തരണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ട്രെൻഡിങ് ഉണ്ടായിരുന്ന മരണങ്ങൾ മുഴുവൻ എന്തായിരുന്നു? ലോൺ ആപ്പുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഏതെങ്കിലും ഒരു ലോൺ ആപ്പിൽ കയറും, ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, അതിലെല്ലാ പെർമിഷനും കൊടുക്കും ആപ്പിൽ, തങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഡാറ്റ എടുക്കാനുള്ള. അങ്ങനെ ഈ ആപ്പിലെ ആളുകൾ മുഴുവൻ ഡാറ്റ എടുക്കും. കുറേ ഫോട്ടോസ് ഉണ്ടാവും, സ്വകാര്യ നിമിഷങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഫോട്ടോ. അതെടുത്തിട്ട് വല്ല നഗ്ന വീഡിയോകളോ ഫോട്ടോകളോ ഇല്ലെങ്കിൽ കിട്ടിയ ഫോട്ടോയും വീഡിയോകളും അതിനെ ഉപയോഗിച്ചിട്ട് നഗ്ന ഫോട്ടോകളും വീഡിയോകളാക്കും. അത് പരിചയക്കാർക്ക് അയച്ചു കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക. ഇതുപോലും താങ്ങാനാവാതെ മരണപ്പെടുന്ന നിരവധി സാധാരണക്കാർ. ഇങ്ങനെയുള്ള സാധാരണക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ച് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മരണമല്ല എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർമാരാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആവശ്യം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ചിന്നു പാപ്പു
കഴിഞ്ഞ ദിവസം ചെയ്തത് വലിയ വേദനയുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് മരണമല്ല, ആത്മഹത്യ അല്ല എന്ന് കൂട്ടുക. ഇവരുടെ മരണത്തിന് പിന്നിൽ അത് കൊലപാതകമോ അല്ലെങ്കിൽ വേറെ വലിയ ഭീകരമായ കാരണങ്ങളുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. പക്ഷേ നിലവിൽ നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ചിട്ട് ഇവർ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള പ്രശ്നമില്ല. ഇവരുടെ മരണത്തിൽ ഞാനിങ്ങനെ കുറേയൊക്കെ ഇവരെ കുറ്റപ്പെടുത്തി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഒരു 4 വയസ്സുള്ള കുഞ്ഞുണ്ട്. സ്വന്തം ജീവിതം എന്തോ ആയിക്കോട്ടെ, ഇവർ സ്വാർത്ഥമായി ചിന്തിക്കരുതായിരുന്നു. ആ കുഞ്ഞിന് ഇനി ആരുണ്ട്? ആ കുഞ്ഞിനിപ്പോൾ അമ്മയില്ലാതായില്ലേ? ആ സ്വന്തം കുഞ്ഞിനെ, സ്വന്തം രക്തത്തെ ഓർത്തെങ്കിലും അവർ ജീവിക്കണമായിരുന്നു. ഒരു അനാഥനായിട്ടല്ലേ ഇനി ആ കുഞ്ഞ് വളരേണ്ടത്? ഇവർ സെപ്പറേറ്റ് ആണെങ്കിലും, ഭർത്താവായിട്ട് സെപ്പറേറ്റ് ആണെങ്കിലും, ഭർത്താവിൻ്റെ കൂടെയാണ് ഇപ്പോൾ കുട്ടികളതാണെങ്കിലും ഒരമ്മയുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന ഒരമ്മ. എപ്പോഴെങ്കിലും ചെന്ന് കാണാനും ആ കുഞ്ഞിനെ പരിചരിക്കാനും കുഞ്ഞിനെ വിളിക്കാനും സ്നേഹം നൽകാനും പറ്റുന്ന ഒരു അമ്മ. സ്വന്തം അമ്മയോളം വരില്ലല്ലോ ലോകത്തൊന്നും. ആ അമ്മ ആ കുഞ്ഞിനെങ്കിലും ഓർക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ബാഡ് ഇൻഫ്ലുവൻസ് ജനങ്ങളെ ഒരിക്കലും സ്വാധീനിക്കരുത്. റീലുകളിൽ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം. ഇനിയെങ്കിലും മനസ്സിലാക്കുക.